കുറച്ച് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്നൊരു ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു നുള്ളു കൊച്ചു ജീരകം, ചെറിയ ജീരകം, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ഇതിലേക്കിട്ട് നല്ലതുപോലെ വിരവി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നല്ലപോലെ വിരവി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയും സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞുകൊണ്ട് വരാം. ഇനി ഇതിലേക്ക് അരിയാനായി 3 സവാള, 2 വലിയ സവാളയും 1 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. 2 വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് വലുതായതുകൊണ്ട് 2 എണ്ണേ എടുത്തിട്ടുള്ളൂ. വലിയ ഒരു തക്കാളി. ഇതെല്ലാം കൂടെ ഇനി അരിഞ്ഞുകൊണ്ട് വരാം. പിന്നെ ഇവിടെ സവാളയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ബാക്കി പകുതിയുള്ള ഇതിലോട്ട് ചേർത്തിട്ട് ഈ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനിലോട്ട് ചേർത്തിട്ട് പകുതി കടുക് വറുക്കുമ്പോൾ എടുക്കും. കടുക് വറുക്കുന്ന അവസാനമാണ് നമ്മളിതിനകത്ത് അവസാനം ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കണ്ടാത്തൊന്നും ഇപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള അരപ്പുണ്ടെന്ന്. അപ്പോൾ സവാളയെല്ലാം ഇതിൻ്റെ അകത്തിട്ട് പുരട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് കുക്കറിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുക്കറിലോട്ടിട്ട് പുരട്ടി വേവിക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഇത് നമുക്ക് അടച്ച് ഉപ്പ് ഇട്ട് സ്റ്റൗവിലോട്ട് വയ്ക്കാം. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അതിനകത്ത് കറിക്കകത്ത് അവസാനം ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചേർത്ത മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കൂടാതെ തന്നെ പിന്നെ ഞാൻ കുറച്ച് അരമുറി തേങ്ങ തിരുവി എടുത്തിട്ടുണ്ട്. നല്ല ഇടത്തരം ഒരു സവാള ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് എന്തിനെന്ന് വെച്ചാൽ നമുക്ക് വറുത്തുകൊണ്ട് വരണം. ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ചിക്കനകത്ത് അവസാനം കടുക് വറുത്തൊഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കടുക് വറുത്ത് വെക്കുകയാണ്. മറ്റേത് നേരത്തെ നമ്മൾ കുക്കറിൽ ആക്കി സ്റ്റൗവിലോട്ട് വെച്ച ചിക്കൻ അവിടെ ഇരിപ്പുണ്ട് കുക്കറിൽ തന്നെ. അതിപ്പോൾ എടുക്കും. അപ്പോൾ അതിന് അവസാനം നമ്മൾ കടുക് വറുത്തൊഴിക്കണം. അതിന് കടുക് വറുത്ത് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കുറച്ച് പകുതിയോളം ഇതിനകത്തിട്ടായിരുന്നു, ചിക്കനകത്ത് ഇട്ടായിരുന്നു. ഞാൻ ഉള്ളി ഇട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് കറിവേപ്പിലയും കൂടെ നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ കറിവേപ്പില എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്, നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴിത് അടുപ്പിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച ചിക്കൻ ഇങ്ങോട്ടെടുത്ത് വയ്ക്കാം. വിസിലൊക്കെ ഊരി അടപ്പൊന്ന് തുറക്കാം. ഇങ്ങനെ ഈ പരുവത്തിൽ വെള്ളത്തോടു കൂടി വെന്ത് കിടക്കുകയാണ്. നമ്മളിത് തീ കൂട്ടി വയ്ക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു അരമുറി തേങ്ങയും ഒരു ഇടത്തരം സവാളയും എടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനാണ്. അപ്പോൾ നമ്മൾ വേവിച്ച കുക്കറിൽ തന്നെ ഇട്ടാണ് എല്ലാം ചെയ്യുന്നത്. കാരണം നമ്മൾ കടുക് വറുത്ത് വേറെ വെച്ചിട്ടുണ്ട്. ഉള്ളി സവാളയും തക്കാളിയും എല്ലാം ഇതിലോട്ടിട്ടിട്ട് ഇനി ഇതിലേക്ക് 1 സ്പൂൺ ചിക്കൻ മസാല, അതേ ഒരു സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ഇത് 3ഉം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ടാൽ മതി. ഒരുമിച്ചിട്ടിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഉപ്പിട്ടാണ് ചിക്കൻ അടുപ്പിലേക്ക് വെച്ചത്.
ഇതിലേക്ക് ഈ മസാല നമ്മളിപ്പോൾ ഇട്ട മസാല വെന്ത് ചേരണം. ഇട്ട മസാലയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവസാനമായിട്ട് ഇതാണ് ചേർക്കുന്നത്. ഈ വറുത്ത് വെച്ച തേങ്ങയും സവാളയും കൂടെയാണ് ചേർക്കുന്നത്. ഈ തേങ്ങയുടെ വറുപ്പിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ പിടിച്ചാൽ പൊടിഞ്ഞ് വരണം. നമുക്ക് പൊടിച്ച് വേണമെങ്കിലും ഇടാം, ഇങ്ങനെ കൈ കൊണ്ട് പൊടിച്ച് വേണമെങ്കിലും ഇടാം, പൊടിച്ചില്ലേലും ഒന്നുമില്ല. പൊടിച്ചിടുന്നതാണ് കൂടുതൽ നല്ലത്. ടേസ്റ്റ് എല്ലാം ഒരുപോലെ തന്നെ. അതിന് ശേഷം സവാളയും ഇട്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് നിങ്ങൾ കണ്ടതാണ്, ഒരു തുള്ളി വെള്ളമോ ഒരു തുള്ളി എണ്ണയോ ഒഴിച്ചിട്ടില്ല. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന എണ്ണയെന്ന് പറഞ്ഞാൽ കടുക് വറുത്തൊഴിക്കുന്നതാണ്. നമ്മളിപ്പോൾ കടുക് വറുത്ത് വെച്ച് ഇവിടെ അത് ഈ അവസാനം ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പോഴാണ് നമ്മളിവിടെ വേവിച്ച് വെച്ച ചിക്കൻ ഇങ്ങനെ ആയിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് കടുക് വറുത്തത് കൂടി ഒഴിക്കണം. ഇത് കടുക് വറുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കറിവേപ്പിലയും ഇത് നമുക്കിതിലേക്ക് ഇടാം. ഇതുപോലൊരു പ്രാവശ്യം ഇപ്പം നിങ്ങൾക്ക് തോന്നി കാണുമോ ഇത് ഒരുപാട് സമയമെടുത്ത്. ഇല്ല, നിങ്ങൾ സാധാരണ ചിക്കൻ വെക്കുന്ന അത്ര സമയമേ എടുക്കുള്ളൂ. ഇടുന്നതെല്ലാം നമ്മൾ പ്രത്യേകം പിന്നെ അധികമായിട്ട് ഇട്ടത് പലരും ഇടുന്നതാണ് ആയിരിക്കും. ചിക്കനകത്ത് തേങ്ങ തിരുകി വറുത്തും തേങ്ങ അരിഞ്ഞ് വറുത്തുമൊക്കെ അത് പല രീതിയിൽ വെക്കുമ്പം പല രീതിയിൽ ഇടാറുണ്ട് ആളുകൾ. സവാള വറുത്തുമൊക്കെ ഇങ്ങനെ ഇടുന്നത്. ഇനി ഇതിലൊന്ന് കോരി ഇനി ഇതിയൊന്നുമില്ല, കടുക് വറുത്തത് ഒഴിച്ച് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി കാണിക്കാം. ഇതാണ് ഇപ്പോൾ വെച്ച ഞാൻ ഇത് മസാല തയ്യാറാക്കി വെച്ചിരുന്ന പാത്രമാണ് വെച്ച ചിക്കൻ. നല്ല ഗ്രേവി ഒക്കെ ഇല്ല, ഗ്രേവി വേണമെങ്കിൽ നമ്മൾ വേറെ ഗ്രേവി ഉണ്ടാക്കി എടുക്കണം. ഇത് ഗ്രേവി ഇല്ലാതെ തന്നെ കഴിക്കുന്ന ചിക്കനാണ്. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഓണമൊക്കെ വരെയാണ്. ഇതുപോലൊരു ചിക്കൻ കറി എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.